പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോരേ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോരേ. വീഴ്ത്തി തന്നിടമവനഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാ. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോരേ. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. ആത്മാവിനച്ചാരം അവകാശമായി തന്ന മഹത്വത്തിൻ രാജരാജാ. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാ. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോരേ. വാഗ്ദത്തം ശേഷിക്കുന്നേ വീണ്ടും വന്നിടമെന്നുരച്ച. വാഗ്ദത്തം ശേഷിക്കുന്നേ വീണ്ടും വന്നിടമെന്നുരച്ച. വരവിൽ ഞാൻ ആർപ്പോട് നൃത്തം ചെയ്യും അവീതാനന്ദ സന്തോഷത്താ. പാർത്തിടുന്നാഗമെന്നെ സ്വാഗതം ചെയ്തിടാറാ. കാത്തു പാർത്തിടുന്നാഗമെന്നെ സ്വാഗതം ചെയ്തിടാറാ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോരേ. കാഹളനാദമെന്നിൽ ക്ഷണമത്ഭുതമുളവാക്കിടും. കാഹളനാദമെന്നിൽ ക്ഷണമത്ഭുതമുളവാക്കിടും. യാതൊന്നോടുപമിപ്പാൻ കഴിയാത്ത വിൺപുരം അതിലേറ്റം പ്രജ്വലമാ. മുഖം ചുംബനം ചെയ്തിടാറാ. കാന്തി മിന്നി വിളങ്ങിടും മുഖം ചുംബനം ചെയ്തിടാറാ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോരേ.
ശുദ്ധി ചെയ്തിടും വാട്ടമെന്നേ. ചങ്കിലെ രക്തമെന്നേ ശുദ്ധി ചെയ്തിടും വാട്ടമെന്നേ. തേജസ്സിന്മേൽ തേജസ്സേറി നിത്യയുഗം തേജസ്കരിച്ചിടുമേ. അന്നു ഞാൻ എൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത അനുഭവിക്കും. അന്നു ഞാൻ എൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത അനുഭവിക്കും. പാപനിവാരണനേ എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. പാപനിവാരണനേ എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. വീഴ്ത്തി നിന്നിടമവൻ അഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാൻ. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തി. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തി. പാപനിവാരണനേ എൻ പാപഭാരങ്ങൾ അകറ്റിയോനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം മുതൽ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ഏലിയ പ്രവാചകൻ നടന്നു. ബേർസേബ മരുഭൂമിയിൽ കൂടി പോവുകയായിരുന്നു. ഹോരേബ് വരെയും നടന്നു. 200 നാഴിക ഏലിയ പ്രവാചകൻ നടക്കുകയാണ്. ഏലിയ പ്രവാചകൻ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു ബാല്യക്കാരനുണ്ടായിരുന്നു. ആ ബാല്യക്കാരനെ വിട്ടു. നീ ഇവിടെ നിൽക്കൂ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. ഏകാഗിയായി പോകാൻ ഇച്ഛിച്ചു. പ്രിയപ്പെട്ടവരെ, ഹോരേബ് വരെയും നടന്നു. എന്താണ് ഹോരേബ് കാണിക്കുന്നത്? ഹോരേബിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു, ഓർമ്മയുണ്ടല്ലോ. 1, ഹോരേബ് മോശയ്ക്ക് പ്രത്യക്ഷമായ സ്ഥലം. 2, ഹോരേബ് മോശയ്ക്ക് ശുശ്രൂഷ നൽകിയ സ്ഥലം. 3, ഹോരേബ് ദൈവത്തിൻ്റെ പ്രമാണം മോശയെ ഭരമേൽപ്പിച്ച സ്ഥലം. 4, ഹോരേബ് ഏലിയ പ്രവാചകന് റിഫ്രഷ്മെൻറ്റ് കൊടുത്ത സ്ഥലം, ഏലിയ പ്രവാചകന് റിവൈവൽ കൊടുത്ത സ്ഥലം, ഏലിയ പ്രവാചകന് റെസ്റ്ററേഷൻ കൊടുത്ത സ്ഥലം, ഏലിയ പ്രവാചകന് റിഫൈൻമെൻറ്റ് കൊടുത്ത സ്ഥലം, ഏലിയ പ്രവാചകന് പുനരുജ്ജീവനം കൊടുത്ത സ്ഥലം, ഏലിയ പ്രവാചകന് പുതുശക്തി പ്രദാനം ചെയ്ത സ്ഥലം. ഏലിയ പ്രവാചകൻ തളർന്നു പോയിരുന്നു. തളരേണ്ടവനല്ല പ്രവാചകൻ. കാരണം അനുഭവങ്ങൾ ധാരാളമുണ്ട്. എന്തുമാത്രം അനുഭവങ്ങൾ! എന്ത് സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ്! ഏകനായി നിന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത അനുഗ്രഹീത പ്രവാചകനാണ് ഏലിയാവ്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണും. ഏലിയ പ്രവാചകൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ഏലിയ പ്രവാചകൻ നാം ആരെയും പോലെ ആയിരുന്നില്ല. എന്തൊരു ശക്തി, എന്തൊരു ധൈര്യം, എന്തൊരു പ്രാഗൽഭ്യം! അന്നത്തെ രാജ്യം വാഴുന്ന ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം കയറി ചെന്ന് കുഗ്രാമവാസിയായ അപരിഷ്കൃതനായ നിരക്ഷരകുക്ഷിയായ ഈ ഏലിയാവ് ചെന്ന് നിന്ന് പറഞ്ഞു,
ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. പറഞ്ഞു, തീർന്നു. ഒട്ടും മടിക്കാതെ തിരികെ നടന്നു പോന്നു. ഏലിയാ പ്രവാചകൻ എന്തൊരു ധൈര്യം! രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ ഇനി മഴ പെയ്യുമെന്ന്. ഇത് ഹുങ്കാണെന്ന് തോന്നില്ലേ? ഇത് അഹങ്കാരമാണെന്ന് തോന്നില്ലേ? ഒരു പ്രവാചകൻ അഹങ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുന്നു, അവനെ വേഗം പിടികൂടി കൊല്ലുവിൻ എന്ന് ആഹാവ് പറഞ്ഞാലോ ഒരു കൂസലുമില്ല. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് എന്നാണ് പറയുന്നത്. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് എന്ന് പറയുവാൻ ദൈവനാമത്തിൽ സംസാരിക്കാനുള്ള പ്രാഗൽഭ്യവും ധൈര്യവും ശക്തിയും ശേഷിയും ശേമുഷിയും പ്രവാചകനുണ്ട്. പ്രവാചകൻ സ്ഥൈര്യമുള്ളവനാണ്. ധൈര്യവും സ്ഥൈര്യവും പ്രിയപ്പെട്ടവരെ, എന്താണ് ആര് കൊടുത്തു? ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഉടയമ്പുരാൻ തന്നാൽ തന്നതാണ്. മറക്കല്ലേ, ഉടയമ്പുരാൻ തന്നാൽ തന്നതാണ്. അവൻ ശേഷി തന്നാൽ തന്നതാണ്, ധൈര്യം തന്നാൽ തന്നതാണ്, സ്നേഹം തന്നാൽ തന്നതാണ്, ഉറപ്പ് തന്നാൽ തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവൻ തന്നാൽ ഇരിപ്പതാണ്. അവൻ തരുന്നില്ലെങ്കിൽ മനുഷ്യൻ എന്ത് സാധിക്കും? ഒന്നും സാധിക്കില്ല. പ്രവാചകൻ ധീരനായിരുന്നു. പ്രവാചകൻ കെരീത്തിൻ്റെ വക്കിൽ നിന്ന് സരപ്തയിലേക്ക് നടന്നു. കെരീത്ത് ഒരു പാഠശാലയാണ്. പ്രവാചകനുള്ള ഒരു ടെസ്റ്റാണ് കെരീത്ത്. കെരീത്തിൽ നിന്ന് പ്രവാചകൻ സരപ്തയിലേക്ക് ദൈവം പറഞ്ഞു വിട്ടു പോയി. സരപ്തയിലെത്തി. സരപ്തയിൽ വിധവയുടെ മകൻ മരിച്ചു പോയപ്പോൾ ആ ബാല്യക്കാരനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വിധവയുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല. എന്തൊരു ശക്തനായ ദൈവപുരുഷൻ! വീര്യവും അത്ഭുതവും പ്രവർത്തിക്കാൻ ദൈവം നിയോഗിച്ച് അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ വ്രതസ്ഥൻ. ഭാഗ്യമല്ലേ അത്? എന്തൊരു ശക്തി! ആത്മാവിൻ്റെ ശക്തിയാണത്. ദൈവത്തിന് സ്തുതി. എന്നിട്ടോ അത് കഴിഞ്ഞു സരപ്തയിലെ പാഠശാലയിലും കെരീത്തിലെ പാഠശാലയിലും അനുഭവ സമ്പത്ത് നേടി പഠിച്ച് വളർന്നിട്ട് നേരെ കർമ്മേലിലേക്ക് നടന്നു. കർമ്മേൽമഗിരിയുടെ മുകളിൽ അവിടെ നിന്ന് പ്രവാചകൻ അവിടെ സ്വർഗത്തിലെ തീ ഇറങ്ങാൻ ഉയരത്തിലേക്ക് കൈ നീട്ടി പ്രാർത്ഥിച്ചു. സ്വർഗത്തിൻ്റെ തീ ഭൂമിയിൽ കർമ്മേലിൽ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. അത്ഭുതമല്ലേ നടന്നത്? അതിശയമല്ലേ നടന്നത്? ബാലിൻ്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വെളിച്ചപ്പെട്ടുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബാലയെ ഉത്തരമരുളുക, ബാലയെ ഉത്തരമരുളുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വിഗ്രഹാരാധനക്കാരുടെ വിഗ്രഹാരാധന കൊണ്ട് ഫലമില്ലെന്ന് തെളിഞ്ഞു. എന്നാലോ ദൈവത്തിൻ്റെ പുരുഷനായ ഏലിയാവ് എന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ തീ ഇറങ്ങി. യാഗപീഠത്തെയും യാഗപീഠത്തിലുള്ളവയെയും ദഹിപ്പിച്ചു കളഞ്ഞു. യാഗപീഠത്തിൽ ചുറ്റും തോടുണ്ടാക്കി വെള്ളം കെട്ടി നിർത്തിയിരുന്നു. വെള്ളം വറ്റിച്ചു കളഞ്ഞു. സ്വർഗത്തിലെത്തി. വലിയ ശക്തിയല്ലേ? അത് കഴിഞ്ഞ് പ്രവാചകൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ബലം പ്രാപിക്കാൻ തല മുഴങ്കാലിനിടയിലേക്ക് പൂഴ്ത്തിക്കൊണ്ട് കുറേ നേരം പ്രാർത്ഥനാ നിരതനായിട്ടിരുന്നു. പ്രവാചക ശിഷ്യൻ അടുത്തുണ്ട് ബാല്യക്കാരൻ. അവനോട് പറഞ്ഞു, നീ ഒന്ന് ചെന്ന് നോക്കിക്കേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ആകാശത്തിലേക്ക് നോക്കിയേ. അവൻ വെളിമ്പ്രദേശത്ത് ചെന്ന് നോക്കി. യജമാനെ, ഞാൻ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞു. നീ ഒന്നുകൂടെ പോയി നോക്കിയേ. ഇല്ല യജമാനെ, ഒന്നും കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞു. പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയിലെ പോരാട്ടമാണ്. ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3.5 വർഷമായി ദേശത്ത് മഴ പെയ്തിട്ടില്ല. 3.5 വർഷമായി പച്ചയായതൊന്നും ദേശത്തില്ല. എല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. മൃഗജാലങ്ങളെല്ലാം ചത്തൊടുങ്ങി. മനുഷ്യരെ പട്ടിണിപ്പാവങ്ങളായി അനേകരെ വീണ് മരിച്ചു. ദേശം മുടിഞ്ഞിരിക്കുകയാണ്. ഒന്നിനും ജീവിക്കാൻ മാർഗമില്ലാതെ മനുഷ്യരും മൃഗങ്ങളും എല്ലാം വിഷമസന്ധിയിലായിരിക്കുകയാണ്. ഒന്നുകൂടി നോക്കിയേ. 7-ാം പ്രാവശ്യം അവൻ നോക്കിയിട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു ചെറിയ കൈപ്പത്തിയുള്ളൊരു മേഘം കാണുന്നുണ്ട്. ഉടനെ പ്രവാചകൻ പറഞ്ഞു, മഴയുടെ മുഴക്കമുണ്ട്. പ്രവാചകൻ ഓട്ടം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുന്നതിന് മുമ്പ് ഓടിയെത്താൻ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെ രഥത്തിൻ്റെ മുന്നിൽ ഓടുകയാണ്. നാളുകളായി മഴ പെയ്യാതിരുന്ന ദേശത്ത് 3.5 വർഷത്തിന് ശേഷം പെരുമഴ പെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഏലിയാവ്, ദൈവത്തിൻ്റെ പുരുഷൻ, ദൈവത്തിൻ്റെ ഏലിയാവ്, ഏലിയാവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി കാണിക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായി കർമ്മേലിൽ നിന്നു. ദൈവം തീയിറക്കി, പിന്നെ മഴ പെയ്യിച്ചു. എല്ലാം അനുഗ്രഹം. ഇത്രയും വലിയ അനുഗ്രഹം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു വാക്ക് കേട്ടു. എന്താ കേട്ടത്?
എന്താ കേട്ടത്? 1 രാജാക്കന്മാർ 19-ാം അധ്യായം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടുവന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഭാര്യയോട് ചെന്ന് രാജാവ് പറഞ്ഞു, നമ്മുടെ കൂട്ടക്കാരായ പ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാർ, വിഗ്രഹാരാധികൾ എല്ലാവരെയും കൊന്നൊടുക്കി കളഞ്ഞു. ഏലിയാവ് വളരെ ശക്തനായി, അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് എല്ലാം ഈസബേലിനോട് വിവരിച്ച് പറഞ്ഞു. ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരിലൊരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അവൾ ഒരു ഭീഷണി മുഴക്കി. ആര്? ഈസബേൽ പ്രസ്താവിച്ച ആ ഭീഷണി അതുപോലെ തന്നെയാണ്. ഈസബേൽ പറഞ്ഞു, ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. പാവം ഏലിയാവ് പേടിച്ചു പോയി. ഏലിയാവ് പേടിക്കേണ്ടവനാണോ? ഏലിയാവ് ഭയപ്പെടേണ്ടവനാണോ? എന്തെന്ത് മഹാത്ഭുതങ്ങൾ കണ്ട ദൈവപുരുഷൻ, അതിശയങ്ങൾ തൻ്റെ കൈകളിൽ കൂടി നടക്കുന്നത് കണ്ട ദൈവത്തെ സ്തുതിച്ച ദൈവപുരുഷൻ, ഒരു സ്ത്രീയുടെ വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരല്പസമയത്തേക്ക് നോക്കേണ്ടവനിൽ നിന്ന് നോട്ടം മാറി അരുതാത്തടത്തേക്ക് നോട്ടം പോയി. ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന പ്രവാചകൻ ആ ദുഷ്ടസ്ത്രീയുടെ ശബ്ദം കേട്ടുപോയി. ഫലമോ, പ്രവാചകൻ ക്ഷീണിതനായി, ആത്മാവ് തകർന്നുപോയി. ദൈവത്തിൻ്റെ വ്രതസ്ഥൻ്റെ ആത്മാവിന് കേടുപറ്റി. സംഭവിച്ചത് എന്താണെന്നോ? പ്രവാചകൻ ഓടുകയാണ്, ജീവരക്ഷാർത്ഥം ഓടുകയാണ്. അന്ന് അവിടെ ബേർശേബ മരുഭൂമിയിൽ ഒരു ചുരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങാൻ നേരത്ത്, ഉറങ്ങുന്നതിന് മുൻപ് പ്രവാചകൻ സൂത്താർ നമസ്കാരം ചൊല്ലിയെന്ന് ഞാൻ പറയും. എന്താണ് സൂത്താർ നമസ്കാരം? ഉറങ്ങുന്നതിന് മുൻപുള്ള നമസ്കാരം. ഉറങ്ങുന്നതിന് മുമ്പുള്ള നമസ്കാരം എന്താണെന്ന് കേൾക്കണമോ? ഇതാണ്: ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. നിരാശയുടെ ആധിക്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂത്താർ നമസ്കാരം എന്ന് പറഞ്ഞത് അല്പം ഹാസ്യം കലർത്തിയാണ്. ദാവീദിൻ്റെ സൂത്താർ നമസ്കാരം എന്താണെന്നറിയാമോ? ധാന്യമീഞ്ഞ് മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേനെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്നാൽ ഏലിയാ പ്രവാചകൻ ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. നിങ്ങൾ തിരുവചനം വായിച്ചാൽ മോശയും ഇതുപോലെ നിരാശയോടെ പ്രാർത്ഥിച്ചൊരു സമയമുണ്ട്. യോനാ പ്രവാചകൻ ഇതുപോലെ നിരാശയോടെ പ്രാർത്ഥിച്ച സമയമുണ്ട്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോശ ഇതുപോലെ വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു, മതി നീ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. യോനായുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചു, മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. നിരാശപ്പെട്ടു പോയി. ദൈവപുരുഷൻ നിരാശപ്പെട്ടു പോയി. ശരീരം തളർന്നു, മനസ്സ് തളർന്നു, ഹൃദയം തളർന്നു, ബുദ്ധി തളർന്നു, ആത്മാവും തളർന്നു. തളർച്ച പ്രവാചകനെ ബാധിച്ചു. ദൈവത്തിന് സ്തോത്രം. തളർച്ച ബാധിച്ചാലും സ്വർഗത്തിലെ ദൈവം പ്രവാചകനെ മറക്കുകയില്ല. മകനെ, നീ ഇന്ന് തളർന്നിരിക്കുന്നെങ്കിലും ദൈവം നിന്നെ മറക്കുന്നില്ല. മകളെ, നിൻ്റെ മനസ്സ് ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നെങ്കിലും ദൈവം നിന്നെ മറന്നിട്ടില്ല. മാന്യയുവാവേ, നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അറിഞ്ഞുകൊള്ളൂ, ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം നിന്നെ മറക്കുകയില്ല. നീ ദൈവത്തെ മറന്നാലും സ്വർഗത്തിലെ ദൈവം നിന്നെ മറക്കുന്നില്ല, മറക്കുകയില്ല. വിശ്വസിക്കൂ ദൈവജനമേ, അവൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ രക്ഷിക്കും നിശ്ചയമെന്ന് ദാവീദ് ഒരിക്കൽ പാടുകയുണ്ടായി. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു എന്ന് 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പണ്ട് പാടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഏലിയാവിനെ ദൈവം ഉണർത്തി, ഏലിയാവിനെ ദൈവം ഉയർപ്പിച്ചു, ഏലിയാവിന് പുതിയ ജീവൻ കൊടുത്തു, ഏലിയാവിന് പുതിയ ശക്തി കൊടുത്തു, ഏലിയാവിനെ ധൈര്യപ്പെടുത്തി. ആദ്യം ശരീരത്തിനാണ് ബലം വേണ്ടത്. ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. 40 രാവും 40 പകലും അങ്ങനെ വളരെ ക്ഷീണിതനായി സഞ്ചരിക്കുകയായിരുന്നു. അതിനു മുൻപ് ഇതാ ഏലിയാ പ്രവാചകന് ദൈവം അവന് ആഹാരം കരുതിയിരിക്കുന്നു. ഒരു തുരുത്തി വെള്ളവും കനലിൽ മേച്ചുട്ട ഒരടയും തലയ്ക്കൽ വെച്ചിട്ട് മാലാഖ മാറിപ്പോയി. ദൈവത്തിൻ്റെ ദൂതൻ ഒരു തുരുത്തി വെള്ളം കനലിൽ മേച്ചുട്ട ഒരട അത് അവിടെ വെച്ചിട്ട് മാറിപ്പോയി. പ്രവാചകൻ അത് തിന്നു. അതിൻ്റെ ബലം കൊണ്ട് പ്രവാചകൻ പിന്നെയും നടന്നു. പിന്നെയും പ്രവാചകൻ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാതെ പിന്നെയും സഞ്ചരിക്കാൻ തുടങ്ങി.
വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ പ്രവാചകനെ തട്ടി ഉണർത്തി, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് പറഞ്ഞ് ഏലിയാ പ്രവാചകനെ ഉണർത്തി, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ സ്നേഹിതരെ, തളർന്നിരിക്കുന്നവരാരെല്ലാം ഉണ്ട്, ദൈവത്തിന് നിങ്ങളോട് അറിയിപ്പാനൊരു ദൂതുണ്ട്. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. മോനെ, നീ ഇവിടം കൊണ്ട് നിർത്തേണ്ടവനല്ല. സഹോദര, നീ ഇവിടം കൊണ്ട് തീരേണ്ടവനല്ല. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. വാർദ്ധക്യമായി എന്നല്ലേ നീ പറയുന്നത്? ജരാനരകൾ ബാധിച്ചു എന്നല്ലേ നീ പറയുന്നത്? നിനക്ക് കഴിവില്ല എന്നല്ലേ പറയുന്നത്? എനിക്ക് ശക്തിയില്ല എന്നല്ലേ നീ പറഞ്ഞത്? മകളെ, എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല കുടുംബത്തിൽ എന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ തട്ടി ഉണർത്തി. ഏലിയാവിനെ കനലിൽ മേച്ചൊട്ട അട കൊടുത്തു. അവന് ഒരു തുരുത്തി വെള്ളം കൊടുത്തു. ഏലിയാവ് തിന്നു കുടിച്ചു. ഏലിയാവിന് ഉണർവ് കിട്ടി, ഉന്മേഷം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഹോരേബ് ഏലിയാവ് നടന്നു. ഹോരേബിൽ റിവൈവൽ, ഹോരേബിൽ പുതുജീവൻ. ദൈവത്തിന് സ്തോത്രം. ഹോരേബ് പുതുജീവൻ പകരുന്ന സ്ഥലമാണ്. ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്ക് വേണം ഈ പുതിയ ശക്തി? നഷ്ടപ്പെട്ടു പോയ വീര്യം ആർക്ക് വേണം? നഷ്ടപ്പെട്ടു പോയ ശക്തി ആർക്ക് തിരിച്ചു കിട്ടണം? നഷ്ടപ്പെട്ടു പോയ പഴയ ആ ആത്മീയമായ കരുത്ത് ആർക്ക് തിരികെ കിട്ടണം? നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി ആർക്ക് തിരികെ കിട്ടണം? നഷ്ടപ്പെട്ടു പോയ സ്നേഹം ആർക്ക് തിരികെ കിട്ടണം? സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആഗ്രഹിക്കാമെങ്കിൽ തരാൻ ദൈവം വന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടവരുണ്ടോ? ഈ വാക്കുകൾ കേൾക്കുന്ന ആർക്കെങ്കിലും പണ്ടുണ്ടായിരുന്ന വിശുദ്ധിയുടെ തീഷ്ണത നഷ്ടപ്പെട്ട അനുഭവത്തിലുണ്ടോ ഇരിക്കുന്നുണ്ടോ? വിശുദ്ധി നഷ്ടപ്പെട്ടവർ, എൻ്റെ ദൈവമേ, അതൊരു വലിയ തീരാ നഷ്ടമാണ്. ഒരു കാലത്ത് വിശുദ്ധിയുടെ തീഷ്ണതയുണ്ടായിരുന്നു. തെറ്റിലേക്ക് പോവില്ല നിർബന്ധമുണ്ടായിരുന്നു. പൈസയുടെ കറ പറ്റുകയില്ല നിർബന്ധമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 10 രൂപയുടെ കറ എൻ്റെ ജീവിതത്തിൽ വരില്ല, 10 പൈസയ്ക്ക് പോലും തെറ്റ് പറ്റുകയില്ല നിർബന്ധമുണ്ടായിരുന്നു. കറ പറ്റിയവരുടെ ഇരിപ്പുണ്ടോ? മോഷണം നടത്തിയവരുടെ ഇരിപ്പുണ്ടോ? അന്യൻ്റേത് കണ്ട് മോഹിച്ചവരുടെ ഇരിപ്പുണ്ടോ? എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധി നഷ്ടപ്പെട്ടവർ, വിശുദ്ധി കൈമുതലായിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു തീഷ്ണതയായിരുന്നു. ഒന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം അറിയിക്കാം. ഒരു മനുഷ്യന് ശക്തി വേണമെങ്കിൽ, ഒരു മനുഷ്യന് കരുത്ത് വേണമെങ്കിൽ, ഒരു മനുഷ്യന് ബലം വേണമെങ്കിൽ വിശുദ്ധിയുടെ ബലം വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വാക്കിൽ വന്നാൽ പോരാ, ആന്തരിക വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ഒരവയവത്തിൽ പോലും കറ വരികയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഈ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരവയവത്തിൽ പോലും ശത്രു തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരണുവിൽ പോലും പിശാച് തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നോട്ടം വിശുദ്ധമായിരിക്കും, നിങ്ങളുടെ ചിന്ത വിശുദ്ധമായിരിക്കും, നിങ്ങളുടെ നാവിലെ വാക്കുകൾ വിശുദ്ധമായിരിക്കും. അരുതാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. പൈശാചികൻ്റെ കെണിയിൽ നിങ്ങൾ വീഴുകയില്ല. സാത്താൻ പതിയിരിക്കും. അവൻ പതിയിരിപ്പുകാരെ നിർത്തും. അവൻ അലറുന്ന സിംഹം പോലെ ഗർജിച്ചുകൊണ്ട് ചുറ്റി ഉഴന്നു നടക്കും. പക്ഷേ അവന് നിന്നെ കിട്ടുകയില്ല. വിശുദ്ധി കൈമുതലാകും. ദൈവത്തിന് സ്തോത്രം. സ്നേഹം നഷ്ടപ്പെട്ടവരിപ്പുണ്ടോ? ഐക്യം നഷ്ടപ്പെട്ടവരിപ്പുണ്ടോ? പരസ്പരമുള്ള ഇണക്കം പോയവരിപ്പുണ്ടോ? പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരിപ്പുണ്ടോ? പരസ്പരം കുറ്റാരോപണമായിരിക്കുന്നവർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? ദൈവമക്കളെ, പരസ്പരം പരിഭവത്തോടുകൂടി ഇരിക്കുന്നവർ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? പരസ്പരം ഈർഷ്യയിലും മുഷിച്ചിലും നീരസത്തിലും കയ്പിലും ഇരിക്കുന്നവർ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട സ്നേഹം തിരികെ തരാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. മോനെ, നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? തിരികെ തരാമെന്ന് ദൈവം പറയുന്നു. മോളെ, നിനക്ക് നഷ്ടപ്പെട്ടത് മടക്കി തരാമെന്ന് കർത്താവ് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുട്ടുകളെ മടക്കുവീൻ. നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, കർത്താവേ, എനിക്ക് നഷ്ടത്തിൻ്റെ ചില കണക്കുകൾ തിരുമുമ്പാകെ ബോധിപ്പിക്കാനുണ്ട്. ചിലതെല്ലാം വിലപ്പെട്ടത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവേ, നീ മനസ്സലിയണമേ. വിലയേറിയ ചില സമ്പത്തുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വിലയേറിയ മൂല്യവത്തായ ചില നന്മകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കരുണയുണ്ടായിരുന്നു, പരോപകാര തൽപരതയുണ്ടായിരുന്നു, മൃദുലമായ വാക്കുകളുണ്ടായിരുന്നു, മാർദ്ദവമുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു, സ്നേഹോഷ്പളമായ ബാഹ്യമായ പെരുമാറ്റം ഉണ്ടായിരുന്നു. കർത്താവേ, ആരെയും രുചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ റഫായി പോയി കർത്താവേ. ഞാൻ പരുഷമായി പോയി കർത്താവേ. എൻ്റെ ദൈവമേ, ഞാൻ പരുക്കനായി പോയി കർത്താവേ. എനിക്ക് നഷ്ടപ്പെട്ട വീര്യം മടക്കി തരണമേ. നഷ്ടപ്പെട്ട മാധുര്യം മടക്കി തരണമേ. നഷ്ടപ്പെട്ട മാർദ്ദവം മടക്കി തരണമേ. നഷ്ടപ്പെട്ട മൃദുലത്വം മടക്കി തരണമേ. നഷ്ടപ്പെട്ട ആർദ്രത മടക്കി തരണമേ. നഷ്ടപ്പെട്ട തകർന്ന ഹൃദയം മടക്കി തരണമേ. നഷ്ടപ്പെട്ട നുറുങ്ങിയ മനസ്സ് മടക്കി തരണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവത്തോട് യാചിക്കുമോ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും.
അനുഗ്രഹിപ്പാൻ ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. നിത്യനായ ദൈവത്തിന്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടുകയാണ്. അനുഗ്രഹിപ്പാൻ കരം നീട്ടുന്നു. അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ശിരസിൽ വയ്ക്കുവാൻ അവന്റെ കരം നീട്ടിയിരിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾ പറയുവീൻ, നാഥാ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക, എൻ്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക, എൻ്റെ കരുണയുള്ള കർത്താവേ ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി. അങ്ങനെ തീരുമാനിക്കുന്നവർക്ക് കാര്യങ്ങൾ ഉയർത്താം, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മഹത്വപൂർണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നഷ്ടപ്പെട്ട വീര്യം മടക്കിത്തരാൻ പൊന്നുനാഥൻ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. നഷ്ടപ്പെട്ട ശക്തി മടക്കിത്തരാൻ തിരുവിലാഴ്ന്നൊഴിയ തങ്കച്ചോര ഞങ്ങളുടെ നാവിലേക്ക് ഇച്ചിച്ച് പകർന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും തഴുകണമേ, എല്ലാവരുടെയും മേൽ നാഥ അവിടുത്തെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ. കുടുംബ സമാധാനം അയക്കണമേ, രോഗസൗഖ്യം തരണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, പൈശാചിക കോട്ടകൾ തകർക്കണമേ, ദുരാത്മ ഭീതികൾ അകറ്റണമേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ, ശാപദോഷങ്ങൾ മാറ്റണമേ. എൻ്റെ കരുണയുള്ള കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. ബുദ്ധി തെളിയിച്ചു കൊടുക്കണമേ. പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നവർക്ക് പരീക്ഷയിൽ നല്ല വിജയം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. നാഥാ കൃപയോടെ കേൾക്കുമാറാകണമേ.